കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള ഡോക്ടർ ലിഞ്ചുമോൾ എബ്രാഹത്തിന്റെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 4-ാം ദിവസം ഒരു അപകടമുണ്ടായി. ശേഷം ഞാൻ ഒരു സ്വപ്നം കണ്ടു. ദൈവമാതാവിന്റെ സംരക്ഷണം എനിക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് 4-ാം ദിവസം എൻ്റെ ഹസ്ബൻഡ് സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു പോസ്റ്റിലിടിച്ച് വട്ടം മറിഞ്ഞു. ഭർത്താവിന്റെ കഴുത്തിലെ കൊന്തയിൽ ഉടമ്പടി കാശുരൂപം ധരിച്ചിരുന്നു. അതിന്റെ ഫലമായി യാതൊരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ ഭർത്താവിനെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. 2 ദിവസത്തിനു ശേഷം എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാനൊരു കയറ്റം കയറി പോകുമ്പോൾ ഒരു ഗുഹ കണ്ടു. അതിലൊരു കുഞ്ഞു രൂപവും. പക്ഷെ അത് വേറെ ഏതോ ഒരു വിഗ്രഹമാണെന്ന് കരുതി ഞാൻ നോക്കാതെ പോയി. എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് അത് മാതാവിന്റെ രൂപമാണെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞപ്പോൾ അമ്മ എന്നെ നോക്കി ചിരിച്ചു. പിന്നെ ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മരം എൻ്റെ മുകളിലേക്ക് വീഴുന്നത് കണ്ടു. ആ മരം വീഴുകയും പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നതായി കണ്ടു. ഒരു ഇല പോലും എൻ്റെ ദേഹത്ത് വീണില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിനെ കാർ അപകടത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചതാണെന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. പത്തനംതിട്ട വെണ്ണിക്കുളത്തു നിന്നുള്ള ചിന്നുവിന്റെ സാക്ഷ്യം. ആരെങ്കിലും എന്നോട് മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരോട് വഴക്കുണ്ടാക്കും. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയെ അറിയാത്ത എൻ്റെ 28 വർഷം നഷ്ടമായി. ഒരു യാക്കോബായ സഭയിലുള്ള എനിക്ക് മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. ആരെങ്കിലും മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരോട് വഴക്കിടുമായിരുന്നു. ഒരു ദിവസം കൃപാസനം പത്രം വായിക്കുകയും മാതാവിനോട് കൂടുതൽ അടുക്കുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയെ അറിയാത്ത എൻ്റെ 28 വർഷം നഷ്ടമായി. കൃപാസനത്തിലേക്ക് ബസ്സിൽ വരുമ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിരുന്നു. നീ മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നതിന് പ്രോമെട്രി എക്സാം എഴുതി നിൽക്കുകയായിരുന്നു. റിസൾട്ട് വരാൻ താമസിച്ചപ്പോൾ ഞാൻ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എക്സാം പാസ്സായി വിദേശത്ത് പോകുന്ന കാര്യങ്ങളും ശരിയായി. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള